കനത്ത മഴയിലും സമരവീര്യം കൈവിടാതെ ആശമാർ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഉപരോധ സമരം വൈകിട്ട് 6 മണിവരെ നീണ്ടു നിൽക്കും. ആശാ വർക്കർമാരുടെ ഉപരോധ സമരത്തിനിടെ 8 ആശമാർ കുഴഞ്ഞു വീണു. 7 പേരെ ആംബുലൻസിലും ഒരാളെ ഓട്ടോയിലുമായി ആശുപത്രിയിലേക്ക് മാറ്റി. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, ശക്തമായ പ്രതിഷേധമാണ് അലയടിക്കുന്നത്. അതിനിടയിൽ മഴ വന്നു. മഴയിൽ പോലും ആ ഒരു സമരവീര്യം കൈവിടാതെ ആശമാർ സമരവുമായി മുന്നോട്ട് പോവുകയല്ലേ? വിഷ്ണു, കനത്ത ചൂട്, അതിനു പിന്നാലെ അതിശക്തമായ മഴ. MG റോഡിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാരുടെ സമരം തുടരുകയാണ്. ആ സമരത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയും അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ആശമാരുടെ സമരം. സംസ്ഥാനത്തെ ഭരണശിലാ കേന്ദ്രത്തിന് മുന്നിൽ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുന്നത്. സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ, സർക്കാർ പ്രഖ്യാപിക്കേണ്ട ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ അത് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 36 ദിവസങ്ങളായി നടക്കുന്ന പ്രതിഷേധ സമരം, ആ പ്രതിഷേധ സമരത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. MG റോഡിനെ പൂർണ്ണമായും സ്തംഭിപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആശമാരാണ് ഈ പ്രതിഷേധവുമായി സംസ്ഥാനത്തെ ഭരണശിലാ കേന്ദ്രത്തിന് മുന്നിലെത്തിയത്. ശക്തമായ പ്രതിഷേധമാണ് കണ്ടത്. ചൂടും മഴയും ഒക്കെ അവഗണിച്ചുകൊണ്ട് സമരം മുന്നേറുന്ന കാഴ്ചയും കണ്ട് ഈ 8ഓളം പേർക്ക് സമരത്തിൽ കുഴഞ്ഞു വീഴുന്ന, അതായത് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട കുഴഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ആംബുലൻസിലും ഓട്ടോയിലുമായി അവരെ ആശുപത്രിയിൽ പ്രവേശിച്ചു. ഇപ്പോൾ 5 മണി പിന്നിടുമ്പോൾ സമരത്തിന്റെ ഏതാണ്ട് അവസാന മണിക്കൂറിലേക്ക് കടക്കുകയാണ്. ഈ അവസാന മണിക്കൂറിലേക്ക് കടക്കുമ്പോഴും പോരാട്ട വീര്യത്തിന് യാതൊരു കുറവുമില്ല. സർക്കാരിന്റെ അവഗണനകളും ആ അവഗണനക്കെതിരെ ശക്തമായ രീതിയിലൊരു പോരാട്ടമായിരുന്നു ഈ കഴിഞ്ഞ 36 ദിവസം സംസ്ഥാനത്തിന്റെ ഭരണശിലാ കേന്ദ്രത്തിന് മുന്നിൽ നാം കണ്ടത്. ആശാമാർ ഈ അടുത്ത കാലത്ത് വനിതകൾ നടത്തുന്ന അതിശക്തമായൊരു സമരമായിരുന്നു. ആശാ വർക്കർമാർ അവരുടെ ആവശ്യം നിറവേറ്റിയെടുക്കുവാൻ ആവശ്യത്തിനായി ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിയത്. ആ സമരം അതിൻ്റെ ഒരു 2ാം ഘട്ട സമരം എന്ന നിലയിലാണ് ഇപ്പോൾ സമരം സെക്രട്ടേറിയറ്റ് ഉപരോധം എന്ന നിലയ്ക്ക് എത്തിയിരിക്കുന്നത്. അടുത്ത 20-ാം തീയതി, ഈ വരുന്ന 20-ാം തീയതി മുതൽ സമരത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അനിശ്ചിതകാല നിരാഹാര സമരം എന്ന മറ്റൊരു ഘട്ടത്തിൽ കൂടി കടക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ശക്തമാകുന്നു. MG റോഡും സെക്രട്ടേറിയറ്റിന് പരിസരവും സമരക്കാരെ കൊണ്ട് നിറയുന്ന സാഹചര്യം, പോരാട്ടവീര്യം പുറത്തെടുത്തുകൊണ്ട് അവർ സമരരംഗത്ത് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതും കേരള ജനത കണ്ടതാണ്. ശക്തമായ സമരമാണ് ഈ അരങ്ങേറിയത്. ഇപ്പോഴും അത് തുടരുകയാണ്. സമരത്തിന്റെ അവസാന ഘട്ടം, അതായത് അതിന്റെ സമാപനത്തിന്റെ അവസാന ഘട്ടം മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ശക്തമായി തന്നെ സമരം തുടരുകയാണ്. ഓണറേറിയം അടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം. ആ സമരം കഴിഞ്ഞ ഫെബ്രുവരി 10-ാം തീയതിയാണ് ആരംഭിച്ചത്. 10-ാം തീയതി ആരംഭിച്ച സമരത്തെ CPM-ഉം സർക്കാരും അടക്കമുള്ളവർ അതിന് നേരിട്ട സമീപനം, ഇത്തരത്തിൽ സ്ത്രീകൾ നടത്തുന്ന ഒരു സമരത്തോട് സർക്കാർ കാണിച്ച സമീപനം അവഗണനയും അതോടൊപ്പം തന്നെ പ്രതികാര നടപടികളും ഉണ്ടായി. കേസുകൾ എടുത്തുകൊണ്ടടക്കം പ്രതികാര നടപടികൾ നടത്തുന്ന സമീപനം ഉണ്ടായിരുന്നു. തുടർന്നാണ് അതിലും പോരാട്ടവീര്യം കാണിച്ചുകൊണ്ട് സമരം തുടരുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് നിയമസഭയിലേക്കും മഹിളാ സംഗമവും വനിതാ ദിനത്തിലടക്കം പ്രതിഷേധിച്ചുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ രാപ്പകൽ സമരം തുടർന്ന് അത് 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ യാതൊരു നടപടികളും ഉണ്ടായില്ല. ആ നടപടികൾ ഉണ്ടാകാത്തതിനെ തുടർന്ന് സമരം അതിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആ 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘടിപ്പിച്ചത്. ആ സെക്രട്ടേറിയറ്റ് ഉപരോധവും ഇപ്പോൾ ഏകദേശം അവസാനിക്കുന്ന നിമിഷത്തിലേക്കാണ്. സമരം അവസാനിക്കുകയാണോ? ഉപരോധ സമരം അവസാനിക്കല്ലോ? തീർച്ചയായിട്ടും അവസാനിച്ചു. എങ്ങനെ വിലയിരുത്തുന്നു? ഈ രാവിലെ മുതൽ ആരംഭിച്ച സമരമാണ്, അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഇത്രയധികം മഹിളമാർ ഇവിടേക്ക് വന്നു, ഈ സമരത്തിൽ പങ്കെടുത്തു. ഏതാണ്ട് പാട്ടപറിക്കുകളാണ് സമരത്തിന് പിന്നിൽ എന്നുള്ള ആക്ഷേപങ്ങളുണ്ടായിരുന്നു. സമരം തുടങ്ങുന്നത് മുതൽ തന്നെ CPM-ഉം സർക്കാരും സ്ത്രീകളോട് നേരിട്ട സമീപനം കണ്ടതാണ്. അതിനൊക്കെ മറുപടിയായിട്ടാണോ ഈ ഉപരോധ സമരം ഇപ്പോൾ നടക്കുന്നത്? തീർച്ചയായിട്ടും. ഞങ്ങളിപ്പോൾ ഇവിടെ കിടന്ന പാട്ടെല്ലാം പെറുക്കിയിട്ടുണ്ട്. സമരം കഴിഞ്ഞ് മുഴുവൻ പാട്ടയും ഞങ്ങൾ പെറുക്കി വൃത്തിയാക്കിയിട്ടാണ് പോകുന്നത്. ഇത് കേരള സമൂഹത്തിന് കൊടുക്കുന്നൊരു സന്ദേശമാണ്. വനിതകൾ ചില്ലറക്കാരല്ല, നിങ്ങളവരെ മാറ്റി നിർത്താൻ പറ്റില്ല. അതൊരു ശക്തിയായി ഉയർന്നാൽ അത് ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ പറ്റുന്ന ഒരു ശക്തിയാണെന്ന് ഇന്നത്തെ ഈ ഒരു ദിവസം നീണ്ടുനിന്ന സമരത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. ഉപരോധ സമരം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പരിശീലന പരിപാടികളുമായി മറ്റൊരു നോട്ടീസ് അടക്കം ഇറങ്ങിയിരുന്നു. അതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ആളുകളുടെ എണ്ണത്തെ കുറയ്ക്കാനായിരുന്നു തീരുമാനിച്ചതെന്നാണ് സമരസമിതി പറഞ്ഞത്. അതിലൊന്നും വീണില്ല എന്ന് മനസ്സിലാക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ ആരും വീണില്ല എന്ന് മാത്രമല്ല, പരിശീലന പരിപാടിയിൽ പോകാതെ
ഇവിടെ വരാൻ പറ്റാത്തത് കൊണ്ട് പരിശീലന പരിപാടി പോകാതെ വീട്ടിലിരിക്കുന്ന ധാരാളം ആളുണ്ട്. ഇനി പോയവർക്കാകട്ടെ അവർ പരിഹസിക്കപ്പെട്ടിരിക്കുകയാണ്. കേവലം 10 മിനിറ്റ് മാത്രമാണ് കാരണം ഒരു പരിശീലനമായി തീരുമാനിച്ചിരുന്ന കാര്യമല്ല, യാതൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ചായയും കൊടുത്ത് ഒരു വടയും കൊടുത്തിട്ട് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ തികച്ചും ഈ പരിപാടിയെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാണ്. പക്ഷേ പരിപാടി വിജയകരമായി വിജയിച്ചു. അവിടെ പരിശീലനത്തിൽ പോയ ആളുകൾ അവർ ഈ സമരത്തോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ വന്നെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് സമരം സമ്പൂർണ്ണ വിജയമായിരുന്നു. 20-ാം തീയതി നിരാഹാര സമരം അത് 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നു അല്ലേ? 3ാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. അത് ഒരു പുതിയൊരു സംഭവമായിരിക്കും. എങ്ങനെ ഒരാളായിട്ടാണോ എത്ര പേർ പങ്കെടുത്തുകൊണ്ടാണ് ഈ നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നത്? അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതേ ഉള്ളൂ. എന്തായാലും അനിശ്ചിതകാല നിരാഹാര സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആശാവർക്കർമാർ നിങ്ങളിത് കാണുക, ഇത്രയും വലിയൊരു സഹന സമരം നടത്തിയത്. നിരാഹാരം എത്ര ദിവസം വേണമെങ്കിലും നടത്താൻ പറ്റുന്ന ഭയങ്കരമായ അത്യുജ്വല ശേഷിയുള്ള വനിതകളാണ് നിൽക്കുന്നത്. കേരളത്തിന്റെ ഭാവി വാഗ്ദാനമാണ് കേരളത്തിന്റെ ആശാവർക്കർമാർ. നമുക്ക് ഉറപ്പിച്ച് പറയാം, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾക്കും അന്യായങ്ങൾക്കുമെതിരെ പൊരുതാനുള്ള ശേഷി കൂടി നമ്മുടെ ആശാവർക്കർമാർ നേടിയിരിക്കും. സർക്കാരിനോടും ആരോഗ്യമന്ത്രിയോടും എന്താ പറയാനുള്ളത്? സർക്കാരും ആരോഗ്യമന്ത്രി കണ്ണു തുറന്ന് കാണണം. ആശാവർക്കർമാർ ഉന്നയിക്കുന്ന ന്യായമായ ഡിമാൻഡുകളെ കാണണം, പരിഗണിക്കണം, അത് പരിഹരിക്കണം. അതുവരെ സമരം തുടരും? തീർച്ചയായിട്ടും തുടരും. ഉപരോധ സമരം ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. എന്നാൽ രാപ്പകൽ സമരം ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. അത് തുടർന്നുകൊണ്ടേയിരിക്കും. വരുന്ന 20-ാം തീയതി മറ്റൊരു ഘട്ടത്തിലേക്ക്, അതായത് സമരത്തിൻ്റെ ഒരു 3ാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. നിരാഹാര സമരം, അനിശ്ചിതകാല നിരാഹാര സമരം അനുഷ്ഠിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ആശമാർ. എന്തായാലും ഉപരോധ സമരം ഈ കഴിഞ്ഞ ഏതാനും മണിക്കൂറായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ നടത്തി വന്നിരുന്ന ഉപരോധ സമരം അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും പിരിഞ്ഞു പോകുന്ന ഒരു നിലയിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നു. വലിയ രീതിയിൽ സമരം മുന്നോട്ട് പോയി. സമരത്തിൽ പങ്കെടുത്തവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് സമരം മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോൾ രാപ്പകൽ സമരത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ തുടർച്ചയായിട്ടുള്ള ഉപരോധ സമരമാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. സമരത്തിന്റെ 3ാം ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. ആശാവർക്കർമാർ തങ്ങളുടെ സമരവീര്യം കെടാതെ മുന്നോട്ട് പോവുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.